I call upon the blessed man of God, Mr. Job Jacob, to come forward and bless us all with the heavenly manna for today. Praise the Lord. What a wonderful anniversary is going on here. I was really enjoying here seeing all the performance of our little kids. I want to describe each and everything. Before I start my message, if I not starting my message without saying a J to Jesus, it will be a vain, I think. So നമ്മൾ എല്ലാവരും കൂടെ ഉറക്കെ ദൈവത്തിന്റെ ജയ് വിളിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് we going to start the message. You ready? Are all the young men here? എല്ലാവരും ഓൾഡ് ആൾക്കാരാണോ? ഇവിടെ ഇരിക്കുന്ന പിള്ളേരെല്ലാം പ്രായമുള്ളവരാ? Are all the young men here? അത്രയും പോരാ, പപ്പായും മമ്മിയും കൂടെ ഇവരെ സഹായിക്കണം. പുറകെ ഇരിക്കുന്ന പപ്പായും മമ്മിയും എല്ലാവരും കൂടെ ഒരുമിച്ച് പറയാൻ പോവാ. Are all the young men here? Okay. When I say a phrase about Jesus, you going to shout 2 times Jai Jai. Ready? എങ്ങനെയാണെന്നറിയാമോ? When I say something about Jesus, you going to shout Jai Jai. ഒന്ന് പറഞ്ഞാട്ടെ, ജയ് ജയ് എന്ന് പറഞ്ഞേ. ജയ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പറയാൻ പോവാ. കർത്താവായ യേശുക്രിസ്തു പിള്ളേരുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടിയാ. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പറയണം. നമുക്കൊന്ന് റിഹേഴ്സൽ നിർത്താം. ഞാൻ പറയാൻ പോവുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി വേ. യേശു അപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ശബ്ദമേ ഉള്ളൂ? ഉറക്കെ പറയണം. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന പിള്ളേർ മാത്രം, ബാക്കി ഇരിക്കുന്നവരല്ല, ഫ്രണ്ടിൽ ഇരിക്കുന്ന പിള്ളേർ മാത്രം ഒന്ന് എഴുന്നേറ്റാട്ടെ. കേട്ടോ? എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ്. എടുക്കാവുന്ന അത്ര ശബ്ദം വെച്ച് വീട്ടിൽ നമ്മൾ വഴക്കുണ്ടാക്കുന്നത് പോലെ, എന്തെങ്കിലും വേണമെങ്കിൽ കരഞ്ഞ് കാറിക്കുവി മമ്മിയോടും പപ്പായോടും പറയുന്നത് പോലെ we going to shout. Ready? Are you ready? പറയിരിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് പറയണം. Jesus Christ is the only way. Jesus Christ is the only truth. Jesus Christ is the Son of God. Jesus Christ is the divine healer. Jesus Christ is the only God. Jesus Christ coming soon. Hallelujah. Everybody sit down. Greetings in the matchless name of Jesus Christ, the pastor of Little Flock Church, Pastor K.T. Raju, Priya Susan Andy, avarku dhanamayitte kodutha kunjingal, the elders of the church, especially the people who are responsible, ഈ സൺഡേ സ്കൂളിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർ, എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് സൺഡേ സ്കൂളിന്റെ ആനിവേഴ്സറിയിൽ നിങ്ങളിലൊക്കെ ഏറ്റവും ചെറിയവനായ എന്നെ ഇതിനകത്തെ പ്രധാന സന്ദേശം പറയുവാൻ ക്ഷണിച്ചതിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദിയെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 3 കൂട്ടരെ ഫോക്കസ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. ഫസ്റ്റ്, ദ ലിറ്റിൽ വൺസ്, കുഞ്ഞു പിള്ളേരും ടീനേജേഴ്സ്, അതായത് 19 ഇയേഴ്സിന് താഴെയുള്ള പിള്ളേരോട്. അത് കഴിഞ്ഞിട്ട് ദ യൂത്ത്, കല്യാണം കഴിക്കാറൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും. അതിനുശേഷം മാതാപിതാക്കളോട്. ഈ 3 കൂട്ടരെ ഫോക്കസ് ചെയ്തായിരിക്കും ഇന്നത്തെ സന്ദേശം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു സമ്മർ ക്യാമ്പ് നടന്നായിരുന്നു. 6 ആഴ്ച ഇവിടെ ലിറ്റിൽ ഫ്ലോക്കിലുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് കൂടി സമ്മർ ക്യാമ്പ് നടത്തി. അതിനകത്തുള്ള പിള്ളേരും വന്നിട്ടുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഞാനാണ് നിങ്ങളെ പഠിപ്പിച്ചൊരു വാക്യം ഉണ്ടായിരുന്നു. എഫീഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 1. ആർക്കെങ്കിലും അറിയാമോ? ഉറക്കെ പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ മോളെ. Children, obey your parents. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ. അടുത്തത്, honor your father and mother. നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിപ്പീൻ. അപ്പം പിള്ളേരെല്ലാം ഇവിടെ ശ്രദ്ധിച്ചിരുന്നാട്ടെ. 2 കാര്യമാണ് ഇന്ന് നിങ്ങൾ ഈ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് പടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടത്. എന്താണ്? വഴക്കുണ്ടാക്കുന്ന കൊച്ചെന്ന് പറഞ്ഞേ. 1, obey your parents. അപ്പനെയും അമ്മയും അനുസരിക്കണം. എപ്പോഴെങ്കിലും ഇന്ന് രാവിലെ പപ്പായും മമ്മിയും പറഞ്ഞിട്ട് കേൾക്കാത്തവർ ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ കൈ പൊക്കണ്ട. ഉണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മൾ അപ്പനെയും അമ്മയും അനുസരിക്കണം. അപ്പനും അമ്മയും എന്നാ പറഞ്ഞാലും അതുപോലെ കേൾക്കണം. എൻ്റെ കൊച്ചിലെ ഇവിടെ ഇരിക്കുന്ന ഏത് പിള്ളേരെക്കാട്ടിലും ഭയങ്കര കുസൃതിയായിട്ടുള്ളൊരു പയ്യനായിരുന്നു ഞാൻ. നിങ്ങളെക്കാട്ടിലൊക്കെ ഭയങ്കര കുസൃതിയായിരുന്നു. എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ എൻ്റെ മമ്മി എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം. കഴിക്കാൻ തന്നില്ലെങ്കിൽ ഇല്ലാത്ത കാരണം ഉണ്ടാക്കി ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു.
അങ്ങനെ ഇപ്പോഴും ആ വീക്ക്നെസ് ഉണ്ട്. എൻ്റെ മമ്മി മരിച്ചുപോയി, ഞാൻ കല്യാണത്തിന് കഴിഞ്ഞ ശേഷം മമ്മി തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ഭാര്യ ഒന്നെടുത്ത് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്, അല്ലെങ്കിൽ വിഷന്നാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നു. ഞങ്ങളുടെ പാസ്റ്റേജിൽ വന്നപ്പോൾ ഞങ്ങളുടെ മമ്മി അന്ന് വൈകുന്നേരം കഴിക്കാനൊന്നുമില്ല, അന്ന് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞാൻ ആ അടുക്കളയുടെ ആ ഭാഗത്ത് വീട്ടിൽ ഒരു കാലം അപ്പുറത്തിലോട്ട് ഒരു കാലം ഇപ്പുറത്തെ അടുക്കള വാതിക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് മമ്മി പറഞ്ഞു, മോനെ കഴിക്കാനൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യ്, കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡും 1 കിലോ പഴവും കൂടെ മേടിച്ചുകൊണ്ട് പോകാം, എന്നിട്ട് നിനക്കത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അന്നത്തെ ആ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം സൗകര്യമില്ല, എനിക്ക് വേണമെങ്കിൽ മമ്മി പോയി മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കാൻ തരാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മമ്മി വളർത്തുന്ന നല്ലൊരു കോഴിയുണ്ട്. കോഴി എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? എന്തുവാ? ഹെൻ. നല്ല വെളുത്ത ഒരു കോഴി. ആ കോഴിയാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മടിയിലൊക്കെ വന്നിരിക്കും. നല്ല ഇണക്കമുള്ളൊരു കോഴിയാണ്. അത് ഞാൻ സൗകര്യമില്ലെന്ന് പറയുമ്പോൾ ആ കോഴി അതുവഴി പോയപ്പോൾ ഞാൻ ആ കോഴി എടുത്ത് മടി വെച്ചോണ്ടാണ് ഞാൻ പറഞ്ഞ സൗകര്യമില്ലെന്ന്. അപ്പോൾ താഴെ ഒരു പൂവൻകോഴി നിപ്പുണ്ട്. അതിൻ്റെ കൂട്ടുകാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പെടക്കോഴിയെ ഞാൻ എടുത്തപ്പോഴത്തേന് പൂവൻകോഴി ചാടി വന്ന് എൻ്റെ കാലിനിട്ട് കൊത്തി എൻ്റെ കാലിൽ നിന്ന് രക്തം ചീറ്റുവാൻ. ഞാൻ സൗകര്യമില്ലെന്ന് പറയുകയും ആ കോഴി വന്ന് എൻ്റെ കാലിനിട്ട് കൊത്തി എൻ്റെ കാലിൽ നിന്ന് രക്തം ചീറ്റി. ഇപ്പോഴും ആ മാർക്ക് എൻ്റെ ഇവിടെ മുട്ടയിൽ ഇതുപോലെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അപ്പനും അമ്മയും പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പപ്പായും മമ്മിയും ഒരുപക്ഷെ അന്നേരം ഞങ്ങൾക്ക് അടിയൊന്നും തന്നില്ലെന്നിരിക്കും. സ്വർഗത്തിലെ യേശു അപ്പച്ചൻ നമ്മളെ ശിക്ഷിക്കും. സോ ഒബേ യുവർ പേരൻസ്. സെക്കൻഡ്, ഓണർ യുവർ ഫാദർ ആൻഡ് മദർ. നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കാൻ പറ്റും? നിങ്ങൾ അവരെ അനുസരിക്കുന്നതിന് ഒരു ബഹുമാനമാണ്. പപ്പായും മമ്മിയും ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനിരുന്ന് TV കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കരുത്. പപ്പായും മമ്മിയും വന്ന ഉടനെ എന്നാ ചെയ്യണം? ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. മമ്മി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ 8 മണിക്കോ 9 മണിക്കോ വരുമ്പോഴും നമ്മൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കരുത്. പെൺപിള്ളേരൊക്കെ ചാടി എഴുന്നേറ്റ്, അപ്പനും മമ്മിക്കാണെങ്കിൽ കാപ്പി ഇട്ട് കൊടുക്കാം, പ്രായമുള്ള പിള്ളേരാണെങ്കിൽ ഒന്ന് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കണം. അവരെ നമ്മൾ ബഹുമാനിക്കണം. പിള്ളേരെന്തോ ചെയ്യണം? അപ്പനെ അമ്മയെ അനുസരിക്കണം. 2, ഉറക്കെ പറഞ്ഞേ, ബഹുമാനിക്കണം. അടുത്തത് യൂത്ത്. എന്നോട് ഈ യോഗത്തിലേക്ക് എന്നെ സൂസനാൻറ്റി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ജോബെ 6 ആഴ്ച എടുത്ത് ആ കാര്യങ്ങളെല്ലാം കൂടെ ഇത്ര മിനിറ്റിനകത്ത് ക്രോഡീകരിച്ച് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളെല്ലാം കൂടെ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചില ആഴ്ചയൊക്കെ ഒരു ക്ലാസ് തന്നെ 2.5 മണിക്കൂറൊക്കെ എടുത്ത സെമിനാറൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ പെട്ടെന്ന് ഓടിച്ചാണ് പറയാൻ പോകുന്നത്. കുവൈറ്റിൽ ഉള്ള ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ 13 to 19, 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഉള്ളവരെയാണ് ടീനേജേഴ്സ് എന്ന് പറയുന്നത്. 13 to 19. കുവൈറ്റിലെ ടീനേജേഴ്സിനെ ഞാൻ കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഒരു 12 വയസ്സ് മുതൽ 12 years to 19 years, ഇത്രയും പ്രായമുള്ളവർ ഇവിടെ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർക്ക് ഉള്ള പ്രഷർ, അവർക്ക് തുറന്നു പറയുവാൻ കഴിയാത്ത പല കാര്യങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പിള്ളേരുടെ അപ്പനും അമ്മയും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾക്കറിയാൻ മേലാത്ത അനേകം കാര്യങ്ങളിൽ കൂടിയാണ് നിങ്ങളുടെ ടീനേജറായിട്ടുള്ള മക്കൾ കടന്നു പോകുന്നത്. ഇവിടെ അനേക പിള്ളേരെ കൗൺസിൽ ചെയ്തിട്ട് അനുഭവമുള്ള എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അനുഭവത്തിൽ നിന്നും അനേക പിള്ളേർ അവർക്ക് ആരോടും തുറന്നു പറയാൻ മേലാത്ത വിഷമങ്ങൾ ഞങ്ങളുടെ ഇരിക്കൽ വന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളതിൻ്റെ അനുഭവത്തിൻ്റെ അവരുടെ വിഷമങ്ങൾ കണ്ടിട്ടും, പ്രധാനമായിട്ടും ഈ രാജ്യത്ത്, നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുന്നവരല്ല, നമ്മളിപ്പോൾ അമേരിക്കക്കാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, കുവൈറ്റിൽ താമസിക്കുന്നവരല്ലേ, ഇവിടുത്തെ ആൾക്കാർ പറയാം. പ്രധാനമായിട്ടും 5 വിധ പ്രഷറിൽ കൂടെയാണ് ഇവിടുത്തെ ടീനേജേഴ്സ് പോകുന്നത്. മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്കെല്ലാം വിശദീകരിക്കാനായിട്ടുള്ള സമയമില്ല. 2, ഈ ഒരു സിറ്റുവേഷൻ അത് വിശദീകരിക്കാൻ കൊള്ളത്തുമില്ല. 1, റിലേഷൻഷിപ്പ്. മാതാപിതാക്കളോടുള്ള ബന്ധം, കൂട്ടുകാരോടുള്ള ബന്ധം, നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം. ഈ കാര്യങ്ങളിൽ, റിലേഷൻഷിപ്പിൽ അവർക്ക് ഒത്തിരി പ്രഷറുണ്ട്. ചിലർക്ക് ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട്, ആ ബന്ധത്തിൽ പ്രഷറുണ്ട്. അപ്പനോടും അമ്മയോടും തുറന്നു പറയാൻ പറ്റത്തില്ല. മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. 2 മണിക്കൂർ ഓവർ ടൈം ചെയ്തില്ലേലും കുഴപ്പമില്ല, നമ്മുടെ മക്കളുടെ കൂടെ 1 മണിക്കൂർ ഇരുന്ന് അവരുടെ പ്രശ്നം മനസ്സിലാക്കണം. 1, റിലേഷൻഷിപ്പ്. 2, അബ്യൂസ്. Abuse means lots of abuses are there. One is sexual abuse, physical abuse, verbal abuse, neglection. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു അപ്പനും അമ്മയും 2 പിള്ളേരും കൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എന്നെ എതിർപ്പെട്ടെന്നിരിക്കട്ടെ, എന്നെ അറിയാവുന്ന ഫാമിലിയാണ് അവർ. ആദ്യം ഞാൻ ചെയ്യുന്നത്
കുവൈറ്റിലെ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് ആ അച്ഛനെ വിളിച്ചിട്ട്, അച്ഛാ എന്നാ ഉണ്ട്, ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ്, എവിടെ പോവാ? അപ്പം പറയും ഞാൻ അപ്സര ബസാറിൽ പോവാ. എന്നാ പറ്റി? എൻ്റെ മോൻ്റെ ബർത്ത്ഡേ, ഞാൻ അങ്ങോട്ട് പോവാ. അപ്പം ഞാൻ വിളിച്ചു, ആൻറ്റി എന്നാ ഉണ്ട് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു. മൂന്നാമതേ നമ്മുടെ ആൾക്കാര് ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കത്തുള്ളൂ. വൈ? നമ്മൾ ആ പിള്ളേരെ ഒരു ലോ പ്രൊഫൈലിലാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ പാടില്ല. നമ്മൾ അവരോട് സംസാരിക്കണം. വലിയൊരു സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് അച്ചാ ആശിച്ചേച്ചി എന്നാ പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഒത്തിരി മൈൻഡ് ചെയ്യാതെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നാൽ ദാറ്റ് ഈസ് എ നിഗ്ലക്ഷൻ. അവരെ നമ്മൾ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ അബ്യൂസ്. അവരോട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരിൽ ആരെങ്കിലും ആയിരിക്കാം നാളത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ന് നീ അവരെ മിണ്ടാതിരിക്കടാന്ന് പറയുന്ന നിങ്ങൾ അപ്പനാകാം, അമ്മയാകാം, അമ്മാച്ചനാകാം. അവനൊരു ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ അവരുടെ മുമ്പിൽ പോയി തൊഴുതു നിൽക്കേണ്ട ഗതികേട് വരും. പറയാനൊക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ആരാകുമെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. സോ ഗീവ് റെസ്പെക്ട് ടു ദ കിഡ്സ്. അവരെ അവർക്കുള്ള അംഗീകാരം അവർക്ക് കൊടുക്കണം. അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ, ഒന്ന് അവർക്കുള്ള ഏറ്റവും വലിയ ടീനേജേഴ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്. അതിനകത്ത് പ്രശ്നങ്ങളുള്ളവരുണ്ട്. അബ്യൂസ്. 2 സെക്സ്. 3 ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. സൂയിസൈഡൽ ടെൻഡൻസി. എന്നോട് ഒത്തിരി പിള്ളേർ വന്ന് പറഞ്ഞിട്ടുണ്ട്, I don't want to live in this house. I don't want to leave this mommy and daddy. I don't want to live with these friends. I don't want to study in this school because the teachers and the friends are not friendly to me. അവർ എന്നോട് കൂട്ടുകൂടുന്നില്ല. എനിക്കൊന്ന് ചത്താ മതി. ചില പിള്ളേരൊക്കെ പറയുന്നത് എങ്ങനെങ്കിലും ഒന്ന് 12th കഴിഞ്ഞ് കിട്ടിയാൽ മതി. I want to go to Bangalore or Australia or China. അവിടെയെങ്കിലും പോകാം. ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഒന്ന് എൻ്റെ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന പിള്ളേര് ഇതിനകത്തിരുപോലും ഇരിപ്പുണ്ടല്ലോ. മാതാപിതാക്കളെ, നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടില്ലേ നിങ്ങളുടെ പിള്ളേർ പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതിയായിരുന്നു, ഇന്ന് ഈ വീട്ടിൽ നിന്നൊന്ന് പോയാൽ മതി എന്ന് പറയുന്നില്ലേ? ഇതൊരു പ്രഷറാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ യൂത്ത് ആർ ഗോയിങ് ത്രൂ. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്, പിള്ളേർ വളരെ ശ്രദ്ധിച്ചേക്കണം. ടീനേജേഴ്സ് ലിസൺ ടു മീ കെയർഫുള്ളി. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ ആണ്. പ്രലോഭനം എന്ന് പറയും. ടെംപ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള വഴി ഈ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വായിച്ചു നോക്കണം. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 41. ഈ അധ്യായത്തിന്റെ 41ാമത്തെ വാക്യത്തിലാണ്, വാച്ച് ആൻഡ് പ്രേ സോ ദാറ്റ് യു വിൽ നോട്ട് ഫോൾ ഇൻടു ടെംപ്റ്റേഷൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രയാസങ്ങൾ വരുമ്പോൾ, എന്നെ കേൾക്കുന്ന യുവതികളെ, യുവാക്കന്മാരെ, നിങ്ങൾക്ക് മരിച്ചാൽ മതി എന്ന് തോന്നുമ്പോൾ, നിങ്ങൾ പല അബ്യൂസിൽ കൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അഡിക്റ്റ് ആകുമ്പോൾ, ഒറ്റ കാര്യം ചെയ്യാം. മുട്ടുകുത്തി ദൈവത്തെ നോക്കി, യേശുക്രിസ്തുവിനെ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പ് 100% ഗ്യാരണ്ടി. ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ചു പറയട്ടെ, യു ക്യാൻ എസ്കേപ്പ് ഫ്രം ദാറ്റ്. യു ക്യാൻ ഗെറ്റ് എ റിലീഫ് ഫ്രം ദാറ്റ്. ഐ ഗ്യാരണ്ടി യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. നിങ്ങൾ അങ്ങനെ ചെയ്യണം. അടുത്തതായിട്ട് യുവാക്കളോട് ഒരു 2-3 മിനിറ്റിനകത്ത് എനിക്ക് പറയാനുള്ളത്, കല്യാണമൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുന്ന ചിലരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അവരോട് പറയാനുള്ളത്, ബി കെയർഫുൾ അബൌട്ട് ചൂസിങ് യുവർ പാർട്ട്ണർ. നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എങ്ങനെ കെയർഫുൾ ആയിരിക്കണം? ഒന്നാമതായിട്ട് ചെയ്യുന്നത്, ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിക്കണം. ആസ്ക് ഗോഡ് ഗൈഡൻസ്. 2, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ആ വിവാഹത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പനും അമ്മയും സമ്മതിക്കാത്ത ഒരു വിവാഹം കഴിക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ സന്തോഷമുണ്ടായേക്കാം. പക്ഷെ പിന്നീട് അപ്പന്റെ അമ്മയുടെ ഒരു തുള്ളി കണ്ണുനീര് നിങ്ങൾക്കെതിരായിട്ട് വീണാൽ അതൊരു ശാപമായിട്ട് കിടക്കും. നിങ്ങളിപ്പം അറിയത്തില്ല, നിങ്ങൾക്കൊരു കൊച്ചുണ്ടായിട്ട് ആ കുഞ്ഞ് ഇങ്ങനെ ചെയ്താൽ അപ്പനും അമ്മയും അനുഭവിച്ചതിന്റെ ഇരട്ടി വേദന നിങ്ങൾ അന്ന് അനുഭവിക്കേണ്ടി വരും. ഗെറ്റ് ബ്ലെസ്സിംഗ് ഫ്രം യുവർ പേരൻസ്. ഗെറ്റ് മാരീഡ് ടു എ പേഴ്സൺ ഹു ലവ്സ് യു, നോട്ട് ദ പേഴ്സൺ ഹും യു ലവ്. പിള്ളേർ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ആയിരിക്കാനാകരുത്. അതിനേക്കാളും പ്രാധാന്യത കൊടുക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആളെ ആയിരിക്കണം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെന്റ്. പലപ്പോഴും നമുക്ക് ചിലരൊക്കെ ഇഷ്ടമാണ്, ചിലർക്കൊക്കെ ക്രഷ് ഉണ്ടാവും. നല്ലതായിട്ടൊക്കെ പാട്ട് പാടിയാൽ നമുക്കാണെങ്കിൽ അവരെ കാണുമ്പോഴത്തേനും ഇഷ്ടം തോന്നും. നല്ലതായിട്ട് സ്കൂളിൽ സ്പോർട്സിന് ഫസ്റ്റ് കിട്ടുന്നവരെ നമുക്ക് കാണുമ്പോൾ ഒരു സ്നേഹം തോന്നാറുണ്ട്. നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്നവരെ, നല്ല സ്മാർട്ട് ചെറുക്കന്മാരെ, പെമ്പിള്ളാരൊക്കെ കാണുമ്പോൾ നമുക്ക് അവരെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഈ പ്രായത്തിലുള്ളവർക്ക് തോന്നും. ബട്ട്
one thing. You may be loving him or you may be loving her. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കിയതിന് ശേഷമേ നിങ്ങൾ അവരുമായിട്ട് വിവാഹം ചെയ്യാമുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അണ്ടർസ്റ്റാൻഡ് ദ ഡ്യൂട്ടീസ് ഓഫ് വൈഫ്സ് ആൻഡ് ഹസ്ബൻഡ് ബിഫോർ മാരേജ്. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭാര്യയ്ക്കും ഭർത്താവിനും എന്താണ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് മനസ്സിലാക്കിയിട്ട് മാത്രമേ കെട്ടാവുള്ളൂ. ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന വഴിക്ക് കയ്യെ പിടിച്ചുകൊണ്ട് അമ്മ കൊണ്ടേ ഭർത്താവിന്റെ അമ്മയുടെ കയ്യിൽ, ആ കൊച്ചിന്റെ അമ്മായിമ്മയുടെ കയ്യിലായിട്ട് കൈ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളാണിത്, നല്ല സുന്ദരിയായിട്ടുള്ള കൊച്ച, നല്ല സ്വഭാവ, നല്ല ഇടപെടലാണ്, പക്ഷെ ഒരു കാര്യം മാത്രം, ഈ കൊച്ചിന് പാചകം ചെയ്യാൻ അറിയത്തില്ല. ഷീ ഡസന്റ് നോ ഹൗ ടു കുക്ക്. അതുകൊണ്ട് അമ്മായിയമ്മ ഒന്ന് പഠിപ്പിച്ചേക്കണേ ഈ ആദ്യത്തെ മാസങ്ങളിൽ. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നല്ല അമ്മായിമ്മയാണെങ്കിൽ പറയും, കല്യാണം കഴിച്ചൊക്കെ ശരിയാ, ഇത്രയും നല്ല ഗുണഗണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയണം. അതായിരിക്കണം നല്ല അമ്മായിയമ്മ. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് പഠിക്കണം. മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങൾക്കൊരു പെങ്കൊച്ചുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഈ ഇന്ത്യൻ സ്കൂളിൽ പോയി പഠിക്കുന്ന പാഠപുസ്തകത്തിലെ സോഷ്യൽ സ്റ്റഡീസും സയൻസും മാത്സും മാത്രം ട്യൂഷനും വിട്ട് പഠിപ്പിച്ചാൽ പോരാ. അത് ജീവിതത്തിലെ 5% മാത്രമേ അവർ സ്കൂളിൽ നിന്ന് ആ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നുള്ളൂ. 10ാം ക്ലാസ് കഴിയുമ്പോൾ അവർക്കും അവരുടെ അപ്പനും അമ്മയ്ക്കും, അവരന്ന് കല്യാണം കഴിച്ചാൽ അവരുടെ ഭർത്താവിനും കുക്കി ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പനും അമ്മയ്ക്ക് പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റൂം ഏതാണെന്നറിയാമോ? ലിവിംഗ് റൂം ആണോ? അല്ല, കിച്ചൺ ആണ്. അമ്മ തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്സ് പറഞ്ഞു കൊടുക്കാം. A+B ² എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ആ കൂട്ടത്തിൽ തോരൻ അറിയുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. രാവിലെ അമ്മയ്ക്ക് കാപ്പി ഇടാമെങ്കിലും കൊച്ചിനെ കൊണ്ട് കാപ്പിയിട്ട് പഠിപ്പിക്കണം. അവർക്ക് അവിടെ കയ്യെ കരി പറ്റുമെന്നോ പൊള്ളുമെന്നോ പറഞ്ഞുകൊണ്ടിരിക്കരുത്. 1-2 പ്രാവശ്യം പൊള്ളി കഴിയുമ്പോൾ പൊള്ളാതെ അവർ നോക്കിക്കോളും. കൊച്ചിന്റെ കൈ മുറിയൊന്നോർത്തോണ്ട് പിച്ചാത്തി കൊണ്ട് മുളക് അരിയിപ്പിക്കാതിരിക്കരുത്. 2-3 പ്രാവശ്യം മുറിഞ്ഞു കഴിയുമ്പോൾ അത് പഠിച്ചോളൂ. ഇവിടെ ഇരിക്കുന്ന കൂടുതലും ഭാഗം നഴ്സുമാരാണല്ലോ, നിങ്ങളുടെ വീട്ടിൽ മരുന്നൊക്കെ ഉണ്ടല്ലോ, മുറിഞ്ഞാലും വെച്ച് കെട്ടാൻ, ചത്തൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെ അവരെ പഠിപ്പിക്കണം. ആൺപിള്ളേര് 12ാം ക്ലാസ് കഴിയുമ്പോൾ അവരും കുക്കിംഗ് ഒക്കെ പഠിച്ചിരിക്കണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോയി താമസിച്ച വല്ലതും കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ ഭാര്യ 2 ദിവസത്തിന് പിണങ്ങി വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആണുങ്ങളും കുക്കിംഗ് പഠിക്കണം. ആര് പഠിപ്പിക്കണം? അപ്പനും അമ്മയും പേരൻസ് പഠിപ്പിക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. Train a child in the way he should go, and when he is old, he will not turn from it. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. ആ വാക്യത്തെ നമ്മൾ ക്രോഡീകരിച്ച് അത് വായിക്കുമെങ്കിൽ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. പല മാതാപിതാക്കളും പാടില്ല. ബാലൻ നടക്കുന്ന വഴിയിലല്ല അവനെ അഭ്യസിപ്പിക്കേണ്ടത്. അവൻ നടക്കുന്ന വഴി തെറ്റായ മാർഗത്തിൽ കൂടിയാണ് നടക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം, വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. നിങ്ങളുടെ പിള്ളേരെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് അപ്പനും അമ്മയാണ്. ഞാൻ വാക്യം പറയാം. സങ്കീർത്തനങ്ങൾ 112:1-2 യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടു. ആരുടെ സന്തതിയാ? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അപ്പന്റെ അമ്മയുടെ സന്തതി ബലപ്പെട്ടിരിക്കും. ഏതെങ്കിലും പിള്ളേർ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, മാതാപിതാക്കൾക്ക് സാരമായ പ്രശ്നമുണ്ട്. 2, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ നേരുകേടുണ്ടെന്നാണ് അർത്ഥം. എനിക്ക് പിള്ളേരെ എഴുതിക്കൊണ്ട് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാനായിട്ട് ഒക്കാത്തതുകൊണ്ട് അവിടെ തൊട്ട് ഞാൻ അങ്ങ് പോകുകയാണ്. 2, പിള്ളേരുടെ ഏറ്റവും ഫസ്റ്റ് റോൾ മോഡൽ എന്ന് പറയുന്നത് അപ്പനും അമ്മയായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു മാരേജ് സെമിനാർ എടുത്തതിന് ശേഷം ഒരു ടീനേജർ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണ്ട ജോ ചാച്ച, ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അതിനെ പറ്റി കല്യാണം കഴിക്കണ്ടാത്ത? ജോ ചാച്ചനല്ലേ പറഞ്ഞത് അപ്പനും അമ്മയാണ് ഫസ്റ്റ് റോൾ മോഡൽ എന്ന്. എൻ്റെ വീട്ടിലെ പപ്പായും മമ്മിയും സ്ഥിരം അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് എൻ്റെ ജീവിതം കൂടെ എന്തിനാ, അതുപോലെ ഒരു പെങ്കൊച്ചിനെ കൂടെ ജീവിതം എന്തിനാ കളയുന്നേ? അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരീഡ്. പാടില്ല. നമ്മൾ അവർക്ക് റോൾ മോഡൽ ആയിരിക്കണം, അവർക്ക് മാതൃകയായിരിക്കണം. എക്സ്പ്രസ് യുവർ ലവ് ആൻഡ് അഫെക്ഷൻ. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ മക്കളെ അത് അറിയിക്കണം. എങ്ങനെ സ്നേഹം അറിയിക്കാനായിട്ടാ? രാവിലെ അപ്പൻ പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ജോലിക്ക് പോയിട്ട് പിള്ളേർ ഉറങ്ങി കഴിയുമ്പോഴാണ് വരുന്നത്. അമ്മ രാത്രിയിൽ ജോലിക്ക് പോകും, രാവിലെ പിള്ളേർ സ്കൂളിൽ കഴിയുമ്പോഴാണ് ചിലപ്പം വരുന്നത്. എങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും
അപ്പനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചുള്ള ഒരു സമ്മേളനം ഈ കുവൈറ്റിൽ ഉണ്ടായിരിക്കണം. ആ ആഴ്ച എന്താണ് നടന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കളെ ഉയർത്തി പറയണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മക്കളെ താത്തിക്കെട്ടി പറയരുത്. അവനൊരു തെറ്റ് കാണിച്ചാൽ തന്നെ അതിനെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മോൻ മിടുക്കനാണ്, അവൻ നല്ല സമർത്ഥനാണെന്നൊക്കെ അവരെ പ്രൈസ് ചെയ്യണം. 2, അവോയ്ഡ് ക്രിറ്റിസിസം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കഴിയുന്നതും ക്രിട്ടിസൈസ് ചെയ്യാതെ നോക്കണം. അവരുടെ തെറ്റുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം. ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അവധി കിട്ടിയ നേരം വെളുത്ത് 12 മണി വരെ കിടന്ന് ഉറങ്ങാനായിട്ട് അമ്മമാര് പെൺപിള്ളാരെ സമ്മതിക്കരുത്, ആൺപിള്ളാരെ സമ്മതിക്കരുത്. ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. ഹെൽപ്പ് യുവർ ചിൽഡ്രൻ ഫീൽ സേഫ്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതരായിരിക്കണം. എങ്ങനെയാണ് സുരക്ഷിതർ? നിങ്ങളുടെ വീട്ടിന്റെ കതകൊക്കെ പൂട്ടി ലോക്ക് ചെയ്ത് മക്കളെ അകത്തിട്ടിട്ട് താക്കോല് പോക്കറ്റിട്ടുകൊണ്ട് പോകുന്ന അപ്പനും അമ്മയും മക്കൾ സുരക്ഷിതരാണെന്ന് ഓർക്കരുത്. മക്കളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അപ്പന്റെയും അമ്മയുടെയും സ്നേഹമാണ്. നിങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ സുരക്ഷിതരല്ല. അവർക്ക് ആശ്രയിപ്പാൻ ആരുമില്ല. നിങ്ങളുടെ ആ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണണം. ഭർത്താവിനെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണണം. അത് കണ്ടാൽ അവർ സുരക്ഷിതരാണ്. അവർ കല്യാണം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ഇടയായി തീരും. സ്പെൻഡ് ഇനഫ് ക്വാളിറ്റി ടൈം വിത്ത് കിഡ്സ്. എലിമിനേറ്റ് ബാഡ് ഹാബിറ്റ്സ്. നിങ്ങളുടെ ഉള്ള ദുശീലങ്ങൾ മാറ്റിവെക്കണം. വീടി വലിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൻ, മോനെ നീ ഒരിക്കലും വീടി വലിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അപ്പനും അതൊക്കെ മാറ്റിവെക്കണം. പിള്ളേരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അവർക്ക് തുറന്നു വന്ന് പറയുവാനായിട്ടുള്ള റിലേഷൻ ഉണ്ടായിരിക്കണം. എന്നോട് ഇവിടെയുള്ള അപ്പനും അമ്മയും തന്നെ പറഞ്ഞിട്ടുണ്ട്, ജോബെ, ആശ എൻ്റെ കൊച്ചിനോട് ഇന്ന കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണേ, അവൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ എനിക്കത് പറയാൻ ഒക്കത്തില്ല, അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞ അപ്പനും അമ്മയും പറയാത്ത കാര്യം ഞാൻ പറഞ്ഞാൽ കേൾക്കുവോ? അത് തുറന്നു പറയാനായിട്ടുള്ള ആ റിലേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ അവരെ അകത്തിരുന്ന് കാർട്ടൂൺ കാണുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വെക്കരുത്. അവർ പഠിക്കുകയാണെങ്കിൽ പോലും ഒരു മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് ഇനി അച്ചായൻ, ഇതാണ് സൂസമ്മാം, ഇതാണ് KT രാജു അങ്കിൾ, ഇതാണ് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചർ, ഇതാണ് എൻ്റെ പെങ്ങടെ മോൻ എന്നൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തണം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ അമ്മ അവർക്ക് പ്രായമായിട്ടുള്ള ഒരു കൊച്ചാണെങ്കിൽ അവരെ കൊണ്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിപ്പിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരെ കൊണ്ട് കുറച്ച് ചോറൊക്കെ വിളമ്പി കൊടുക്കാൻ പഠിപ്പിക്കണം. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളമ്പി പഠിക്കണം. ഒരുമിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കണം. കുടുംബമായിട്ടിരുന്ന് ഒരുമിച്ച് കഴിക്കുവാൻ ശ്രമിക്കണം. കഴിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കാര്യങ്ങളും മറ്റ് സന്തോഷമുള്ള കാര്യങ്ങളും ഒക്കെ കഴിയുന്നതും സംസാരിക്കുവാനായിട്ട് ശ്രമിക്കണം. 2, നമ്മുടെ സ്റ്റൈലിലെ നമ്മുടെ പിള്ളേരെ വളർത്താവുള്ളൂ. സോറി ടു സേ ദാറ്റ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലർക്കൊക്കെ ആഗ്രഹം ഇഷ്ടമില്ലാത്തതായിരിക്കാം. ഞാനോ കപ്പയും പഴങ്കഞ്ഞിയും ഏത്തക്കായും ഒക്കെ പുഴുങ്ങി തിന്നാണ് നാട്ടിൽ വളർന്നത്. എന്റെ പിള്ളേർക്ക് ആ ഗതികേട് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ ചോറും കറിയും ചപ്പാത്തിയും ഒക്കെ വീട്ടിൽ തിന്നുമ്പോൾ എന്റെ മക്കൾ ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡിലാക്കണമെന്ന് വെളിയിൽ പോയി അന്നേരം KFC മേടിച്ചു കൊടുക്കാൻ പോകരുത്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങളുടെ കൊച്ചിനെ കഴിപ്പിച്ചു പഠിപ്പിക്കണം. നമ്മൾക്ക് ഉടുക്കാൻ പറ്റുന്ന വസ്ത്രം അവരുടെ പിള്ളേരെ ഉടുപ്പിച്ചു പഠിപ്പിക്കണം. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മക്കളെ സംസാരിച്ച് പഠിപ്പിക്കണം. പിള്ളേരെ അസഭ്യമായിട്ട് സംസാരിക്കരുത്. അവർക്കൊരു പേര് നിങ്ങൾ ഇട്ടിട്ടില്ല, അതേ വിളിക്കാവുള്ളൂ. മണ്ടൻ, ഓക്കൻ, ഉണ്ണാക്കൻ, കഴുത, മരമണ്ടൻ, ഇതൊന്നും മക്കളുടെ പിള്ളേരെ വിളിക്കരുത്. പിള്ളേരെ വിളിക്കാൻ കൊള്ളുന്ന പേരല്ല. പിള്ളേരെ വിളിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ മണ്ടൻ, അപ്പുറത്തെ പെണ്ണിനെ നോക്കി പഠിക്കടി, അപ്പുറത്തെ സിനിമകളാണെങ്കിൽ എത്ര മാർക്കാണ് മേടിച്ചത് എന്ന് ചോദിക്കരുത്. നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ പിള്ളേരെ ഒരു വർഷം മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് വേണം കമ്പയർ ചെയ്യുവാനായിട്ട്. നിങ്ങളുടെ പിള്ളേരെ നിങ്ങളുടെ പേര് വിളിക്കുക. കൂടെ മോളെന്നോ മോനെന്നോ ഒക്കെ വിളിക്കുക. പേരിന്റെ കൂടെ മോളെന്നോ മോനെന്നോ ഒക്കെ വിളിക്കാവുള്ളൂ. വേറെ ഒന്നും കൂട്ടിച്ചേർക്കരുത്. മക്കളെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബഹുമാനിക്കണം. അവർക്ക് വേണ്ടത് കൊടുക്കണം. പിന്നെ അവർക്ക് വേണ്ടിയതേ കൊടുക്കാവുള്ളൂ, വേണ്ടുന്നതിനപ്പുറത്ത് കൊടുക്കരുത്. ഞാൻ ബാംഗ്ലൂരിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പായോട് വിളിച്ചു പറയും, പപ്പ എനിക്ക് നാളെ സെമസ്റ്റർ ഫീസ് അടയ്ക്കണം. എത്ര രൂപ മോനെ ഫീസ്? 15,000 രൂപ, 15,000. എൻ്റെ പപ്പ 15,000 രൂപ കറക്റ്റ് എനിക്ക് അയച്ചു തരും. അതിൻ്റെ റെസിപ്റ്റ് ഞാൻ പപ്പാടെ കൊണ്ട് കൊടുക്കും. അടുത്ത ദിവസം ഞാൻ വിളിച്ചിട്ട്, പപ്പ എനിക്ക് ഈ മാസം ചെലവിന് വേണ്ടി എനിക്ക് കുറച്ച് പൈസ വേണം. എത്ര രൂപ വേണം ചെലവിന് വേണ്ടി? ഇവിടെ ഹോസ്റ്റൽ ഫീസൊക്കെ അടയ്ക്കുന്നതാണ്. ചെലവിന് വേണ്ടി എനിക്ക് 1,500 രൂപ വേണം. എൻ്റെ അപ്പൻ നല്ല ബുദ്ധിയുള്ള അപ്പനായതുകൊണ്ട് 1,500 രൂപ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് 1000 രൂപയെ തരത്തുള്ളൂ. എന്തിനാ? അപ്പൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, 1000 രൂപ കൊണ്ട് ഞാൻ ജീവിക്കാൻ പഠിക്കണം.
ജീവിക്കാൻ പഠിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് മേടിച്ചു കൊടുക്കുക. ഓവറായിട്ട് അവരെ സ്നേഹിക്കലേ. ഒരു ചൊല്ലുകെട്ടില്ലേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും സന്തോഷിക്കരുത്. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇവര് വലുതായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവര് കഞ്ഞി തരുമെന്നുള്ള ഉദ്ദേശത്തിൽ ആ പിള്ളേരെ പഠിപ്പിക്കുന്നെങ്കിൽ ഒരു ഗുണവും ഇല്ല. നിങ്ങളെ തിരിഞ്ഞുപോലും അവർ നോക്കത്തില്ല. നിങ്ങളെ അവർ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനെ അമ്മയെ നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങളുടെ അപ്പനെ അമ്മയും നിങ്ങൾ ബഹുമാനിക്കണം. നാട്ടിലുള്ള അപ്പനെ അമ്മയും വിളിച്ച് സംസാരിക്കുന്ന നിങ്ങളുടെ മക്കൾ കേട്ടോണ്ടിരിക്കാൻ ഓർക്കണം. അവരെയോട് ബഹുമാനിച്ച് സംസാരിക്കണം, അവരെ സ്നേഹിക്കണം. അങ്ങനെ വേണം മക്കളെ വളർത്തുവാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന്റെ ഇരട്ടി നമ്മുടെ അപ്പനോടും അമ്മയോടും നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഇരട്ടി നമ്മുടെ പിള്ളേര് നമ്മളോട് ചെയ്യുവാനായിട്ട് ഇടയാകും. നമ്മുടെ പല ആൾക്കാരും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കൂടുതൽ കാര്യം ചെയ്യുന്നത്. പണ്ടൊരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ അമേരിക്കയിൽ നിന്നൊരു മോൻ ഇങ്ങോട്ട് വന്നിട്ട് വലിയ വണ്ടിച്ചക്രത്തിനകത്ത് കുറെ പൂവൊക്കെ ഇട്ട് റീത്ത് അവന്റെ അപ്പന്റെ നെഞ്ചത്തോട്ട് അങ്ങ് കൊണ്ടുവെക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ പോലും കൊണ്ട് കൊടുക്കാത്ത മോൻ ചത്ത് കഴിയുമ്പോൾ വലിയ റീത്ത് കൊണ്ട് നെഞ്ചത്തോട്ട് കൊണ്ട് വെക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നാം മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ചെയ്യുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ കാര്യങ്ങൾ ഓർക്കുക. ഇനി എനിക്ക് ഒരു 2 മണിക്കൂർ പറഞ്ഞാലും പറയാനുള്ള സമയമുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ ലിറ്റിൽ ഫ്ലോക്ക് സൺഡേ സ്കൂളിനുള്ള എല്ലാവിധ ആശംസകളും തരുന്നു. ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ അമേസിങ്. ദ ആങ്കർ നന്നായിട്ടാണ് ആങ്കർ ഇന്ന് കഴിയുമ്പോൾ എന്നെ ഒന്ന് കണ്ടിട്ടപ്പോൾ ഐ വോണ്ട് ടു ഗിവ് എ സ്പെഷ്യൽ ഷേക്ക് ആൻഡ് ഷീ ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ലതായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. നല്ല കഴിവുകളുള്ള പിള്ളേരാണ്. മക്കളെ നല്ലതായിട്ട് പോറ്റി വളർത്തുക, അവരെ നമ്മൾ നന്നായിട്ട് വളർത്തുക. അവര് ഭാവിയിൽ ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഗൾഫിലെ മലയാളികൾക്ക് ആകപ്പാടെ അറിയാവുന്നത് എൻ്റെ മക്കളെ ഒന്നി എഞ്ചിനീയർ ആക്കുക അല്ലെങ്കിൽ ഡോക്ടർ ആക്കുക. ഇവർ ഓവർ ടൈം ചെയ്യുന്നത് വീട്ടിലൊരു വീട് വെക്കാനും 2 +2 കഴിയുമ്പോൾ ഡൊണേഷൻ കൊടുക്കാനും വേണ്ടിയാണ് ഇവിടെ കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. അവര് മാത്രമല്ല ഈ ലോകത്തിലെ പ്രൊഫഷൻ. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിന് വിടരുത്, ഇഷ്ടമുള്ളതിന് വിട്. നന്നായിട്ട് അവർ പോട്ടെ, അതിന് നന്നാകട്ടെ. മാതാപിതാക്കൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. കുഞ്ഞുങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൂടി ഒരു 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞിട്ട് ഈ മെസ്സേജിൽ നിന്ന് അവസാനിപ്പിക്കേണ്ട ആഗ്രഹിക്കുന്നു. എല്ലാവരും ഏറ്റവും ഉച്ചത്തിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ പോവാ. 3 times. 1 2 3 സ്റ്റാർട്ട്. Hallelujah. One more time. Final one. May God bless you.